കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. തട്ടിക്കൊണ്ടുപോകലിൽ നേരിട്ട് പങ്കെടുത്ത കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് നിയാസാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ. സിനോജ്, ഇയാൾ എവിടെ നിന്നാണ് അറസ്റ്റിലായത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? ശ്രുതി, കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വഴി വെച്ച് കേരള കർണാടക അതിർത്തിയിൽ വെച്ചാണ് കൊടുവള്ളി പോലീസ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. 25 വയസ്സാണ് മുഹമ്മദ് നിയാസിന്റെ പ്രായമെന്ന് പറയുന്നത്. ഈ പ്രതി സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 17-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് അന്നൂസ് റോഷൻ എന്ന് പറയുന്ന യുവാവിനെ കാറിലും സ്കൂട്ടറിലും എത്തിയ സംഘം വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നത്. ആ തട്ടിക്കൊണ്ടു പോയ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മുഹമ്മദ് നിയാസ് എന്ന് പറയുന്നത്. നേരത്തെ 3 പേർ അറസ്റ്റിലായെങ്കിലും അവരാരും നേരിട്ട് ഈ തട്ടിക്കൊണ്ടു പോകലിൽ പങ്കെടുത്തിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അന്നൂസ് റോഷൻ തട്ടിക്കൊണ്ടു പോയ ദിവസം ബൈക്കിൽ നേരിട്ടെത്തിയ ആളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മുഹമ്മദ് നിയാസ്. ഇനിയും മറ്റ് പ്രതികളെ പിടികൂടാനുണ്ട്. പോലീസ് അന്വേഷിക്കുന്നതിനിടയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അന്നൂസ് റോഷനെ ഒരു ടാക്സി കാറിൽ കയറ്റി കൊടുവള്ളിയിലേക്ക് ഈ തട്ടിക്കൊണ്ടുപോയ സംഘം പറഞ്ഞയക്കുന്നത്. വരുന്ന വഴിയിൽ വെച്ച് പോലീസ് അന്നൂസ് റോഷനെ കണ്ടെത്തുകയും വീട്ടുകാർക്ക് കൈമാറുകയുമാണ് ചെയ്തിരിക്കുന്നത്. അന്നൂസ് റോഷന്റെ സഹോദരനുമായുള്ള സാമ്പത്തിക ഇടപാടാണ് അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടു പോകാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. അന്നൂസ് റോഷന്റെ സഹോദരനും ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയെങ്കിലും ഏതാനും മാസമായിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന കുടുംബത്തിന് ആക്ഷേപവുമുണ്ട്. ശ്രുതി, ഇനിയും അറസ്റ്റ് ഉണ്ടാകാനുണ്ടോ സിനോജ്? മാത്രമല്ല, ഈ നിയാസിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് എന്തൊക്കെയാണ് തേടുന്നത്? എങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ അറസ്റ്റ് ഉണ്ടാവും. കാരണം കാറിലും സ്കൂട്ടറിലുമായിട്ട് എത്തിയ സംഘമാണ് അന്നൂസ് റോഷൻ തട്ടിക്കൊണ്ടുപോയത്. നിലവിൽ 4 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. നേരത്തെ 3 പേർ അറസ്റ്റിലായിരുന്നു. അവർ ഈ വാഹനങ്ങളുടെ ഉടമകളായിരുന്നു. വാഹനങ്ങൾ വാടകയ്ക്ക് എടുത്തതായിരുന്നു. അതുകൊണ്ട് വാഹനങ്ങൾ ഉടമകളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ തട്ടിക്കൊണ്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ മാസം 12-ാം തീയതി ഒരാള് അന്നൂസ് റോഷന്റെ വീടിന്റെ പരിസരത്ത് എത്തിയിരുന്നു. മുഹമ്മദ് ഷാഫി എന്ന ഒരാൾ വന്നിരുന്നു. അയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് നിയാസിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കാറിലെത്തി ഈ അന്നൂസിനെ തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം ഒളിവിലാണെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. കർണാടക ഭാഗത്തുണ്ടെന്നാണ് പോലീസിന്റെ സൂചന. ഇനിയും 1-ലേറെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. മലപ്പുറം കൊണ്ടോട്ടി മേഖലയിൽ നിന്നുള്ള സംഘമാണ് അന്നൂസ് റോഷൻ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിനോടുള്ള അന്വേഷണം തുടരുകയും ചെയ്യുകയാണെങ്കിൽ. ശരി, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.